നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ദിലീപിൻ്റെ കേസിൻ്റെ ഭാഗികമായ വിധി വന്നു. നാളെ തിരഞ്ഞെടുപ്പാണ്. ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും ഞാൻ ഇന്നൊന്നും പറയുന്നില്ല. കാരണം ദിലീപിൻ്റെ കേസൊക്കെ അത് ഈ കോടീശ്വരന്മാർ അപ്പഞ്ച് തമാശ എന്ന് അടൂർവാസി വന്ന പോലെ ഉള്ള കളിയാണ്. അത് നമ്മളൊന്നും പറയുന്നില്ല. കോടതിയും അവരൊക്കെ തീരുമാനിക്കട്ടെ. മറ്റൊന്ന്, ഇലക്ഷൻ. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ മാത്രം 2 വാക്ക് പറഞ്ഞ് ഞാൻ വിഷയത്തിൽ കിടക്കാം. കഴിഞ്ഞ പ്രാവശ്യം 100 സീറ്റായിരുന്നു. അതിലേതാണ്ട് കോൺഗ്രസ് മത്സരിച്ചാൽ ഈ 28 സീറ്റുകളും വിമതന്മാരുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് വളരെ 10 സീറ്റായി കുറഞ്ഞത്. അപ്പോൾ അത് ഇനി 40 സീറ്റ് എങ്ങനെ പിടിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. ഏതെങ്കിലും പ്രതീക്ഷയ്ക്കല്ല. നമ്മളെല്ലാം ജീവിക്കുന്നത് പ്രതീക്ഷകളോടാണോ? ആ പ്രതീക്ഷ മുന്നോട്ട് പോകട്ടെ. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, ജനങ്ങൾ തീരുമാനിക്കട്ടെ. മറ്റൊന്ന്, ഇന്ന് 8-ാം തീയതി, ഇന്നലെ 7, അതിന് മുൻപ് 6. 6-ാം തീയതി കൽക്കട്ടയിൽ മുർഷിദാബാദിൽ ഒരു മുസ്ലിം നേതാവ് MP തൃണമൂൽ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ബാബരി മസ്ജിദ് തറക്കല്ലിട്ടു. അപ്പുറത്ത് രാമക്ഷേത്രത്തിൻ്റെ വിപുലീകരിച്ച പതിപ്പ്, 2nd പതിപ്പിന് തറക്കല്ലിട്ടു. ബുദ്ധി ഉണ്ടെങ്കിൽ, ഞാൻ വീണ്ടും മുസ്ലിം സമുദായത്തോട് പറയണം, ഇന്ത്യയിലെ മുസ്ലിം സമുദായം നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഞാനീ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അയോധ്യയിലെ കാര്യം, ബാബരി മസ്ജിദ് കഴിഞ്ഞ സംഭവമാണ്. അതല്ല ഇനി പറയേണ്ട കാര്യമില്ല, അങ്ങനെ മാറ്റിവെച്ചാണ്. എങ്കിലും ഒരു ആമുഖമായിട്ടൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരും. ഒരു മുസൽമാനെ സംബന്ധിച്ച് മറ്റാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാവമാണ്. അവന് പ്രവർത്തിക്കാൻ പറ്റുമോ? എല്ലാ മതങ്ങളും ആരാധനാലയങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ആണ്, ഏക ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ തന്നെയാണ്. ഹിന്ദു വേറെ, ക്രിസ്ത്യൻ വേറെ, മറ്റേ മുസ്ലിം വേറെ ഒന്നുമില്ല. തന്നെയുമല്ല, നമ്മൾ ഈ ഫറൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ നിർബന്ധ നമസ്കാരം 5 പ്രാവശ്യത്തെ, അതിനൊരു വകത്ത് ടൈമുണ്ട്. ആ ടൈമിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കളാവും, അത് പിന്നെ കഴിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് അന്യൊരുത്തൻ്റെ പറമ്പിൽ നമ്മൾ പ്രവേശിച്ചാൽ നമുക്ക് പ്രവേശിക്കാൻ അധികാരമുള്ളൂ. അത് കൈ കെട്ടാൻ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് കൈ കെട്ടിയ ശേഷം നടന്നു പോകണം. നിന്ന് അവിടെ പ്രാർത്ഥിക്കാൻ പാടില്ല, നടന്ന് അപ്പുറത്ത് കടന്നുകൊള്ളും. അതാണ് അത്ര ശക്തമായ നിയമാവലിയുള്ള അല്ലെങ്കിൽ തത്വസംഹിതയുള്ള മതമാണ് ഇസ്ലാം. അപ്പോൾ ഒരു കാരണവശാലും ഒരു ദേവാലയം, ഏത് ദേവാലയം, ഹിന്ദു ദേവാലയം മാത്രമല്ല, ബുദ്ധ ദേവാലയം, ഏത് മതത്തിലെ ദേവാലയവും പൊളിച്ച് ഒരു മുസ്ലിം പള്ളി പണിയില്ല. അത് തികച്ചും ഹറാമാണ്, നിഷിദ്ധമാണ്. ഇനി അങ്ങനത്തെ ഭരണകൂടത്തിന് വിവരമില്ലെങ്കിൽ ഭരണകൂടത്തെ നയിക്കുന്ന ഉപദേശകന്മാരുണ്ട്, അഡ്വൈസറി ബോർഡ്. ഇവിടെ പിണറായി സഖാനുള്ള പോലെ അവർ മിക്കവാറും ഉപദേശകരെല്ലാം മിക്കവാറും അറിവുള്ളതായിരിക്കും. പ്രത്യേകിച്ച് ആ വിഷയത്തെക്കുറിച്ച് അറിവുള്ളതായിരിക്കും. അതാണ് ഓരോ വിഷയത്തിനും ഉപദേശം വെച്ചത്. അവർ പറഞ്ഞ് മനസ്സിലാക്കും, സാർ അങ്ങനെ ചെയ്യാൻ പാടുള്ളത്. അപ്പോൾ ഒരു കാരണം ചെയ്യില്ല. അപ്പോൾ പിന്നെ ഉറങ്ങിക്കിടക്കുന്ന വിളിച്ചുകൊണ്ടാൻ പ്രയാസമില്ല, അവർക്ക് അഭിനയിച്ചിടന്ന് വിളിച്ചാൽ പ്രയാസമാണ്. അതുകൊണ്ടാണ് ബാബരി മസ്ജിദ് അവിടെ ശിവലിംഗം കൊണ്ടുവച്ചൊക്കെ ഇന്ന് ആ സന്യാസി പറഞ്ഞല്ലോ, ശിവലിംഗത്തെ കൊണ്ടുവച്ച് ആരാണ്? അവസാനം ആ സന്യാസി ആയിഷത്ത മരിച്ചു. അത് വേറെ കാര്യം. അതിൽ പ്രധാനമന്ത്രി കഴിവൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ല. പക്ഷെ അവിടെ ഒരു സംഭവം, ഒന്നുമില്ലാതിരുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ 48-ൽ വച്ച ശിലാവിഗ്രഹം, രാമവിഗ്രഹം എത്രയോ വർഷം അവിടെ നിശബ്ദമായിട്ടിരുന്നു. അത് കഴിഞ്ഞ് വാജ്പേയി വിദേശകാര്യ മന്ത്രിയായിരിക്കും. വാജ്പേയിയുടെ കീഴിലുള്ള സയ്യിദ് ഷിഹാബുദ്ദീൻ, ബീഹാർകാരൻ, IFSകാരനാണ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ആളാണ്. അദ്ദേഹം ഇൻസാഫിന് പാർട്ടി ഉണ്ടാക്കി. ആദ്യം സമാജ്വാദി പാർട്ടി, പിന്നെ സോഷ്യലിസ്റ്റ് ജനതാദളിലായിരുന്നു. അത് പിളർന്നു പോയി. പുള്ളി പാർട്ടി ഉണ്ടാക്കി. ആ പുള്ളി ബാബരി മസ്ജിദ് സംരക്ഷണ സമിതി, അല്ലെങ്കിൽ നിർമ്മാണ സമിതി, അല്ലെങ്കിൽ പ്രതിരോധ സമിതി ചെയർമാനായിട്ട് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം 1 പറയുമ്പോൾ വാജ്പേയി 2 പറയും, വാജ്പേയി 2 പറയും, പുള്ളി 4 പറയും. അങ്ങനെ പറഞ്ഞ് ആരും ചിന്തിക്കുകയും പ്രതീക്ഷിക്കുകയും വളരാതെ ഇന്നൊരു വിഷയത്തെ പരമാവധി വളർത്തി. അതെങ്ങനെയാണ്? വിദേശകാര്യ മന്ത്രിയായിരുന്ന വാജ്പേയി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ്, വിദേശകാര്യ സെക്രട്ടറിയാണ് ഈ
സയ്യിദ് ഷിഹാബുദ്ദീൻ. അങ്ങനെ വളർന്ന് ലോക വിഷുവലി ഇന്ത്യ മുഴുവൻ പ്രവർത്തിച്ച് അതിൻ്റെ നാട്ടിൽ നശിപ്പിച്ച് ആയിരക്കണക്കിന് 10,000 ആൾക്കാരെ കൊന്ന് കോടിക്കണക്കിന് സ്വത്ത് സമ്പാദിച്ച് സ്വത്ത് നശിപ്പിച്ച് അങ്ങനെ അത് അമ്പലം ഉണ്ടാക്കിയ പ്രശ്നം അവിടെ തീർന്ന് എന്ന് വയ്ക്കണം. ഇതിപ്പോൾ കുത്തിപ്പൊക്കാണ്. ആരാ കുത്തിപ്പൊക്കുന്നത്? ആരാണ് ഇയാളുടെ പുറകിലുള്ളത്? ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. ഇനി കൽക്കട്ടയിൽ പശ്ചിമ ബംഗാൾ കൂടി ഈസിയായിട്ട് BJP ഭരണത്തിൽ വേണം. അതുള്ള ഒരു അടവ് നയം കൂടിയാണ് ഈ കാക്കാനെ പിടിച്ച് അതിലിട്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഭൂരിപക്ഷ സമുദായമുള്ള ഒരു രാജ്യത്ത് ന്യൂനപക്ഷ സമുദായം എത്ര സംഘടിപ്പിച്ചാലും അതിനൊരു പരിധിയുണ്ട്, ലിമിറ്റുണ്ട് സർ. ഈ കള്ളന്മാർക്ക് ഇത് മനസ്സിലാവില്ല. പിന്നെ എന്താ മനസ്സിലാകുന്നത്? അയാൾക്ക് ആളാകാം, അയാളുടെ പേര് പൈസ ഉണ്ടാക്കാം, അയാളുടെ പാർട്ടി വളർത്താം. സമുദായം അല്ലെങ്കിൽ പാവം സമൂഹം, മുസ്ലിം സമൂഹമാണ് അതമ്പതിച്ച് പോകുന്നത്. ഇപ്പം ഇന്ത്യൻ യൂണിയൻ, ഞാൻ വീണ്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 48 തുടങ്ങി. 1925 RS തുടങ്ങി. ഞാൻ ഇന്നലെ പറഞ്ഞാണ്, ലെറ്റർ പാഡില്ല, പേരില്ല, അഡ്രസ്സില്ല, ഓഫീസില്ല, ഒന്നുമില്ലാത്തൊരു സംഘടന ഇന്ന് ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി എന്ന് പറയുന്ന ഇന്ത്യയും സൈനിക ശക്തി 2ാം സ്ഥാനമുള്ള ഇന്ത്യയെ നയിക്കുന്ന അവരാണ്. ഭരിക്കല നയിക്കുകയാണ്. ഭരണത്തിൽ നിന്ന് വ്യത്യാസം മാറ്റാൻ പറ്റും, നയിക്കുന്നവർ മാറ്റാൻ പറ്റും. മുസ്ലിം ലീഗോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുടങ്ങി അവസാനം ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗായിട്ട് അതമ്പതിച്ചില്ലേ, മലപ്പുറം ലീഗായിട്ട് അതമ്പതിച്ചില്ലേ? ബുദ്ധിയുണ്ടോ കാക്കന്മാരെ നിങ്ങൾക്ക്? മനസ്സിലാക്ക്. മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയുന്നത് മനസ്സിലാക്ക്. അങ്ങനെ ഒന്നുമില്ലാത്ത അവസരം അവർ പോയി, മുസ്ലിം ലീഗ് പോയി. അത് മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ. ഈ കൊച്ചു കേരളത്തിൽ മലപ്പുറം, മലബാർ മേഖലയിൽ, മലപ്പുറം ജില്ലയിൽ പൊടി പിടിച്ച് നടക്കണം. അതുപോലെ അങ്ങനെ ശാന്തമായി ആ കാര്യം അങ്ങ് അവസാനിച്ചു പോയി. അവിടെ അവസാനിപ്പിക്കണ്ടേ? വീണതേ ഹിന്ദു വർഗീയവാദികൾക്ക് അവസരം കൊടുക്കണം. കൊടുക്കല്ല, കൊടുപ്പിക്കണത്. നീ എന്നെ ഇട്ടേ ഞാനും കൂടെ കൊല്ലട്ടെ എന്ന് പറയുമ്പോഴാണ്, പിടിച്ചു നിർത്ത പോലെയാണ്. അവരങ്ങോട്ട് ഇറങ്ങും, പിന്നെ ഇറങ്ങൂല. ഇതിപ്പോൾ തുടങ്ങി. മറ്റൊരു രാമക്ഷേത്രത്തിൽ തള്ളക്കല്ലിട്ട് ആര്? അവിടുത്തെ ഒരു BJP MP, ഒരു മുസ്ലിം MP, അതും തൃണമൂൽ കോൺഗ്രസ് ആള് പാർട്ടി പുറത്താക്കി. അയാൾ കൊണ്ട് ഒരു തറക്കല്ലിട്ട് കുറച്ച് ഇഷ്ടേക്ക് കൊണ്ട് തരും. എടോ, നിങ്ങൾ നോക്ക്, ബാബരി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിച്ചിട്ട് പ്രധാനമായിട്ട് ക്ഷേത്രം പണിച്ച അവസാനം ധ്വജപ്രതിഷ്ഠ അല്ല, കൊടി കയറ്റും ചെയ്ത്. പകരം 5 ഏക്കർ കൊടുത്തല്ലോ മുസ്ലിം പള്ളി പണിയാൻ വേണ്ടി. മണ്ടന്മാരെ, വിഡ്ഢികളുടെ രാജാക്കന്മാരെ മുസ്ലിം സമുദായത്തിൽ പറയാണ്. നിങ്ങൾ അന്ന് ഇത് നേരത്തെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വർണം കൊണ്ട് സർക്കാർ ചെലവിൽ പള്ളി പണിതന്നെ, സ്വർണം കൊണ്ട്. ആ ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ പ്രധാനമന്ത്രിയായിരിക്കും പറഞ്ഞാണ്, നിങ്ങൾ വിട്ടു ചെയ്യുകയാണെങ്കിൽ എന്ത് വേണി ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ. അന്നൊന്നും ഈ കാക്കന്മാർക്ക്, ഈ നേതാക്കന്മാർക്ക് നേരം വെളുത്തില്ല. പിടിച്ചു നിന്ന് അവസാനം എന്ത് പറ്റി? എല്ലാം നശിപ്പിച്ച് എന്നിട്ട് 5 ഏക്കർ കൊടുത്തിട്ട് എവിടെ ഉണ്ടായി? അത് ശൂന്യത കിടക്കാണ് പല പ്രശ്നങ്ങളായിട്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇന്ത്യയിലെ അന്ന് BJP ഭരണത്തിലില്ലല്ലോ. BJP വന്നിട്ട് മോഡിജി വന്നിട്ട് ഇപ്പോൾ 11 വർഷമായി. അതിന് BJP കുറച്ച് കാലമുണ്ട്. അപ്പോഴും ഭൂരിപക്ഷ സമയം നടന്നല്ലോ. എടോ, 70 അന്നത്തെ സക്കീർ ഹുസൈൻ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പിട്ട് തറക്കല്ലിട്ട് പണിത് ബോംബെയിൽ ഹജ്ജ് കമ്മിറ്റി. ഞാൻ അവിടെ ഉണ്ട്. 70 പണിത് 75 പൂർത്തിയായി. എത്ര വർഷം കഴിഞ്ഞ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒരു തട്ടുകട വയ്പ്പിച്ചു, ഒരു ഗോങ്ങിനെ കൊണ്ട്, ഒരു അറസ്റ്റുകാരനെ കൊണ്ട്. ആ പെട്ടുകട മാറത് ഫയർഫോഴ്സ് അനുവാദം കൊടുക്കില്ല. അങ്ങനെ എത്രയോ വർഷം കിടന്നറിയോ? എത്ര വർഷം. അവസാനം VP സിംഗിൻ്റെ കാലത്താണ് എൻ്റെ ഓർമ്മ കേട്ടോ. VP സിംഗിൻ്റെ കാലത്താണ് അത് തുറന്നു കൊടുത്തത്. എത്ര 70 പോയിട്ട് 90, 10-30 വർഷക്കാലം വെറുതെ കിടന്നു. ഇതിന് 27 കെട്ടാട്ട്. അപ്പോൾ ഇതാ അവിടെ കൊണ്ട് ഒരു ചെറിയ താങ്ങ് വെച്ച് അയാൾ മാറില്ല, പിന്നെ പാടൊരു മാറ്റ്. അതുപോലെ ഇപ്പോൾ ഇയാൾ കൊണ്ട് ഒരു കാക്കനെ കൊണ്ട് തറക്കലിട്ട് ഇവിടെ മുർഷിദാബാദിൽ, പശ്ചിമ ബംഗാളിൽ, അല്ല അപ്പുറത്ത് കൊണ്ട് BJP ആളും തറക്കലിട്ട്. അതിപ്പോൾ ഒരു 1-2 വർഷത്തേക്ക് അത് വലിയ ഇതായിട്ട് വരും. അതിന് പേരിൽ അവിടെ ഭരണം പിടിക്കും. ഈ കാക്ക തുടങ്ങിയത് അത് ബുദ്ധിയുടെ അംശം വേണം കാക്കന്മാർ. ഞാൻ കാക്കന്മാർ തന്നെ പറയും. ഇന്ത്യയിലെ കാക്കന്മാർ കുറച്ചാണ്, മുസ്ലിങ്ങൾ കുറച്ചാണ്. ബുദ്ധിയുടെ അംശം വേണം, ദീർഘവീക്ഷണം വേണം, ചിന്താശക്തി വേണം. എന്തിനാണ് നമുക്ക് പടച്ചോലെ അള്ളാഹു നമുക്ക് ബുദ്ധി എന്നത്?
തിരിച്ചറിവ് പോലെ, അറിവ് പോലെ തിരിച്ചറിവ് വേണം. തിരിച്ചറിവുണ്ടായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പേര് മാറ്റി ദേശീയതായിൽ വന്നിരുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ പാർട്ടി ആവുള്ളൂ ഇന്ത്യയിൽ. ബാബരി മസ്ജിദ് അന്ന് അറിയാലോ, ബാബരി മസ്ജിദ് ഒരിക്കലും അമ്പലം പൊളിച്ച് പള്ളി പണിയില്ല എന്ന് പൂർണ്ണ ബോധ്യം മുസ്ലിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം. ഉണ്ടെന്നതിൻ്റെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകണം. അപ്പോൾ അറിയും ഇത് ഉറങ്ങിക്കിടക്കുന്ന വിളിച്ചു നിർത്താൻ പ്രയാസമില്ല, പക്ഷെ ഉറക്കം അഭിനയിക്കാതെ വിളിച്ചു നിർത്താൻ പ്രയാസം. അതുപോലെ ഉറക്കം അഭിനയിക്കാതെ മനസ്സിലാക്കിയിട്ട് അത് മാത്രം വിട്ടുകൊടുത്തെങ്കിൽ അവിടെ വെച്ച് ഒരുപക്ഷെ അദ്ദേഹം തീർന്ന BJP അധികാരത്തിൽ വരില്ല. ചെയ്തില്ല. വാശി പിടിച്ച് എല്ലാം നശിപ്പിച്ചേട്ടാ എന്നാ നീ കൊണ്ടോ. അല്ലേ, പാമ്പൻ്റെ വായിൽപ്പെട്ട തവളെ പോലെയാണ്. അതിപ്പോൾ പോകുന്ന പറയും, പിന്നെ വിട്ടാൽ പോകുന്നാവും, പിന്നെ പോകുന്നാവും, അവസാനം പോകും, തീർന്ന്. അതുപോലെ എതിർത്ത് അവസാനം ഒന്നുമില്ലാതെയായി അവിടെ അമ്പലം പണത് ഇപ്പം മുന്നോട്ട് പോകണം. ഇനിയിപ്പോൾ കൽക്കട്ടിൽ അതിൻ്റെ സ്ഥിതി. അപ്പം ഈ കാക്കാക്ക് ജനങ്ങൾ വികാരങ്ങൾ ബാബരി മസ്ജിദ് ഈ തീവ്രവാദികളെ വികാര ജീവികളൊക്കെ ആക്കാൻ പറ്റില്ല. അവർക്ക് ആവേശം കൊണ്ട് ഇഷ്ടയോടി നോക്കുകയാണ് പെട്ടിയിലൊക്കെ. പണ്ട് RSS നടത്തി ഇഷ്ടമുണ്ട്, ഇന്ത്യ മുഴുവൻ കൊണ്ടുവന്ന്. അത് രണ്ട് ഇഷ്ടം ഉണ്ടാക്കാൻ പറ്റില്ല, പ്രചരണത്തിന് വേണ്ടിയാണ്. ഇത് കൈവണ്ടിയിൽ കാൽവണ്ടി ചുവന്നൊക്കെ കൊണ്ടുവന്നുണ്ട്. എന്താ എൻ്റെ ആവശ്യം? ബാബരി മസ്ജിദ് അത് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന കാര്യം ഇന്ത്യ വിഭജിച്ച് പോയപ്പോഴും ആ മുസ്ലിം ലീഗ് എന്ന പാർട്ടി അസ്തമിച്ചു പോയി, ചത്തുപോയി. ആ പേര് ഇടല്ലേ എന്ന് അന്നത്തെ ബുദ്ധിയുള്ളവർ ഈ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോടൊക്കെ പറഞ്ഞാണ്. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആള് മഹാതാത്വികനായ ഒരു മനുഷ്യനാണ്, ഒരു സൂഫിയാണ്, ഒരു കളങ്കമുള്ള ആളല്ല. പക്ഷെ ബുദ്ധിയുടെ അംശം ഇല്ലാതെ പോയി. ബുദ്ധിയുടെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വിഭജിച്ച് പോയ പാർട്ടി പിന്നെ പുനർജീവിപ്പിക്കുമോ? അതുകൊണ്ട് എന്ത് പറ്റി? ഇന്ത്യൻ യൂണിയൻ മലപ്പള്ളിക്കാട്ടാകാൻ പറ്റില്ല. എന്നെങ്കിലും ഈ കാക്കാമാർക്ക് മനസ്സിലാകണ്ടോ? ഇന്ത്യയിലെ ഏതും കാക്കാർക്ക് മനസ്സിലാകണ്ടോ? അതുപോലെയാണ് ബാബരി മസ്ജിദ് അന്ന് അതങ്ങോട്ട് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അവിടെ അധ്യായം തീർന്നതിനെ BJP അധികാരത്തിൽ വരില്ല. ഇപ്പോൾ BJP അധികാരത്തിൽ കയറ്റി, ഇനി പശ്ചിമ ബംഗാളും കയറ്റണം. ഇതാണ് ബുദ്ധിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഫിലോസഫി. ഒരു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ എത്ര സംഘടിച്ചാലും അല്ലെങ്കിൽ സംഘടിപ്പിച്ചാലും ചില വ്യക്തികൾക്കോ ചില സംഘടനകൾക്കോ വളരാം. ആ സമുദായത്തിൽ മൊത്തത്തിൽ വളർച്ച ഉണ്ടാവില്ല. അത് ലോകനീതിയുടെ വേൾഡ് ജസ്റ്റിസാണ്. ലോകനീതിയാണ്, ലോക നിയമമാണ്, ലോക തത്വമാണ്, വേൾഡ് ഫിലോസഫിയാണ്. എന്നിടവ് കാക്കാൻ വരെ നിങ്ങൾക്കിത് മനസ്സിലാകും. ഈ ഒന്നും അറിയാത്ത പട്ടടി പാവങ്ങളെ കൊല്ലാനും അല്ലാതെ നിങ്ങളെ കുതാക്കും. നിങ്ങൾക്ക് ആളാകാൻ പറ്റുമോ? ഇപ്പോൾ ഈ MP കാക്ക തുടങ്ങി അവന് ആളാകാൻ ചിലപ്പോൾ കാശുണ്ടാക്കാം. ഇപ്പോൾ ഷിഹാബുദ്ദീൻ ഒന്നുമില്ലാതെ ഷിഹാബുദ്ദീൻ ഇന്ത്യയിൽ അറിയപ്പെട്ടു. അവിടെ എന്തുണ്ടാക്കി? അദ്ദേഹത്തിന്റെ കാലശേഷം ആ പ്രസ്ഥാനം പോയി. ഇൻസാഫ് പാർട്ടിയിൽ ഒന്നുമില്ല. പക്ഷെ സംഘപരിവാറല്ല, അതൊരു പ്രസ്ഥാനമാണ്, വ്യക്തിയല്ല അത്. അവരൊരാൾ അടുത്ത വരും. മറ്റു പാർട്ടികളൊക്കെ വ്യക്തിയാണ്. ഒരു വ്യക്തി വരും, ആ വ്യക്തിയുമായി പിന്നെ അത് തീർന്നു, പിന്നെ അടുത്ത വ്യക്തി വീണ്ടും ആവർത്തിക്കണം. കണ്ടിന്യൂറ്റി ഇല്ല. മുസ്ലിം ലീഗിന് കണ്ടിന്യൂറ്റി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊരു കാര്യമില്ല, അവർ ബുദ്ധി പോലും ചെന്നില്ല. എന്താണ് ഈ സമുദായത്തിൽ ഞാൻ സങ്കടപ്പെട്ടു. എൻ്റെ ഈ സമുദായത്തിലെ ബുദ്ധിജീവികൾക്ക് എവിടെയാണ് ബോധോദയം ഉണ്ടാകുന്നത്? എന്നാണിത്? ഞാനിപ്പോൾ പറഞ്ഞില്ലേ, സംഘപരിവാർ അതൊരു യാഥാർത്ഥ്യമായി. ഇന്ത്യയെ സംബന്ധിച്ച് സംഘപരിവാർ എന്നുള്ള യാഥാർത്ഥ്യമായി. ഇനി അതിനൊന്നും നശിപ്പിക്കാൻ ഈ കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ മലപ്പള്ളി ലീഗിനോട് സാധിക്കില്ല. ഇപ്പം ഒരു കാര്യം മനസ്സിലായല്ലോ, വിദേശ രാജ്യത്തു നിന്ന് രാഷ്ട്ര തലവന്മാർ വരുമ്പോഴേ ഇന്ത്യയിലെ ഭരണകക്ഷിയോടൊപ്പം പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കും. അതൊരു എഴുതപ്പെടാത്ത നിയമമാണ്. അതാണ് ഇവിടുത്തെ ഒരു തത്വം. എന്തേ രാഹുലിനെ ക്ഷണിച്ചില്ല? എന്തേ ശശി തരൂർ ക്ഷണിച്ചു? കഴിവില്ല, ഗഡ്സില്ല. കഴിവ് വേണം. വേറെ കഴിവുള്ള ഒരു പ്രതിപക്ഷ നേതാവായതെങ്കിൽ അയാൾ ക്ഷണിക്കാതെ വന്നവന് ഇവിടെ ഇന്ത്യ വിട്ടുപോവോ? രാജ്യം ഭരിക്കുന്ന കക്ഷി ഇവിടെ നിലനിൽക്കുമോ? കഴിവ് വേണം. ഇപ്പോഴും രാഹുലിനെ ഒത്തിപ്പിക്കാതെ മുലായമിന്റെ മകൻ പറഞ്ഞ് രാഹുൽ തന്നെ ഏൽപ്പെടുന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് നിൽക്കണമെന്നോ? അയാൾക്ക് നിൽക്കാം. അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് വരുന്നതാണ്, വെറുതെ കിട്ടിയാണല്ലേ. അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് വെറുതെ കിട്ടിയ BOP അല്ല വല്ല അവകാശമാണോ? ഇത് കുടുംബസ്വത്താണോ? അതുപോലെ ലാലുവിന് പറയാം, രാഹുലിനെ പ്രോത്സാഹിപ്പിക്കാം, കാരണം അതും പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. എടോ, ഇതൊക്കെ നാടിൻ്റെ നാശത്തിന് കാരണമാണ്, നാശിക്കുകയാണ്. ഒരു സീനിയർ മോസ്റ്റ് പോയാൽ അടുത്ത സീനിയർ മോസ്റ്റ് എടുക്കണം. അതാണ് രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ കീഴ്വഴക്കം. ഇതതില്ല, കോൺഗ്രസിനില്ല, ഇപ്പോൾ ലാലുവിൻ്റെ പാർട്ടിക്കില്ല, മുലായത്തെ പാർട്ടിക്കില്ല, ഫസ്റ്റുവിൻ്റെ പാർട്ടിക്കില്ല. അച്ഛൻ കഴിഞ്ഞാൽ മകനെ കഴിഞ്ഞ. എന്ത് നീതിയാണ് ചോദിക്കുന്നത്? എന്ത് തത്വമാണിത്?
എന്ത് യാഥാർത്ഥ്യമാണ്. 20, 30, 40 വർഷം പണിയിട്ട് ക്ഷയരോഗം പിടിച്ച് നിൽക്കുന്നവർക്കൊന്നും അവസരം കിട്ടാതെ ഇന്നലെ വന്ന കോടീശ്വരന് അല്ലെങ്കിൽ ഇന്നലെ വന്ന അച്ഛൻ്റെ മകന് അല്ലെങ്കിൽ ഭാര്യക്ക് എന്ത് നീതിയുടെ ലോകത്തിത്. അത് അവർ ഒരു വശത്തുകൂടി അങ്ങനെ ചെയ്യുമ്പോൾ മറ്റ് ഭരണപക്ഷി എന്ന് പറഞ്ഞാൽ BJP സംഘപരിവാറും അതിനേക്കാൾ അപ്പുറത്തായിട്ട് അന്യായമായ രീതിയിൽ കാര്യങ്ങൾ സാധിക്കുന്നു. പാരമ്പര്യമായിട്ടല്ല അവിടെ, പക്ഷെ അന്യായമായിട്ട് ഇവിടെ എത്തി. ഡോളറിൻ്റെ വില 100 കിടക്കാൻ പോകുന്നു. സാധനങ്ങളുടെ വില എല്ലാ നിലക്കും ജീവിക്കാൻ പറ്റാതെ ഇന്ത്യയിൽ. എന്നിട്ട് പറയുന്ന ലോകത്ത് 2ാം സ്ഥാനം 3ാം സ്ഥാനം 1ാം സ്ഥാനം ആവുമെന്നൊക്കെയാണ് അത് കൊട്ടിഘോഷിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പോലും ഈ വർഗീയ സംഘടനകൾ, ഞാനതിൽ ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയും പറയാണ്. അതിൽ ചില വില്ലന്മാരുണ്ട്, ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ജാതി വർഗീയം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെറുതാണ്, പക്ഷെ അതിനകത്ത് വലുത് വരും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് അവിടെ ഈ ഇലക്ഷൻ നടക്കുകയാണോ, നാളെ ഇലക്ഷൻ നടക്കുകയാണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ പടമുകൾ പള്ളിയൊക്കെ ഇരിക്കുന്ന ആ ഭാഗം, ആ പള്ളിയുടെ മുൻപിൽ BJP ഒരു ക്രിസ്ത്യൻ നേതാവ് BJP സ്ഥാനാർത്ഥി നോട്ടീസ് അറിഞ്ഞപ്പോൾ STPക്കാരൻ്റെ അടുത്ത് അരൂർക്കാരനുള്ള ഒരു STPക്കാരൻ പറഞ്ഞു ഇവിടെ വിജയം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരുപടി മോശമായിട്ട് ഒരു ചാനൽ ഇട്ടേക്കാണ്. ഞാനതിൽ മെട്രോയിൽ ആലോചിക്കുക മെട്രോ സ്റ്റേറ്റിൽ ഇരിക്കും, മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ അന്വേഷിച്ചു. അപ്പം തന്നെ വിളിച്ചാണ് ആ പാർട്ടി. അപ്പം സത്യമില്ലാന്ന് പറഞ്ഞു. വെറും ആരോപണമാണ്. ഇതുപോലെ എല്ലാവരും ചെയ്യാണ്. ഞാൻ ദുഃഖകരമായിട്ട് പറയട്ടെ, എൻ്റെ പെങ്ങളിൽ സുഖമില്ലായിരിക്കുക, 82 വയസ്സുണ്ട്. ഇന്നലെ 7:15 മണിക്ക് രാത്രി 7:15 മണിക്ക് മരിച്ച് ഇന്ന് രാവിലെ മറു ചെയ്തിട്ട് ഞാനിപ്പോൾ എറണാകുളത്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു 2 പരിപാടി ഇന്നലെ മിനിയാന്ന് ഞാൻ ഈ പരിപാടി ഉണ്ടായില്ലായിരിക്കും. ഞാൻ ഒഴിവെടുത്താണ്. മഹദിക്ക് അള്ളാഹു അങ്ങയുടെ കൃപാകടാക്ഷം നൽകുകയും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, ഉണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷ അള്ളാഹുവിന് ദുആ ചെയ്യണം, ആദരഞ്ജലി അർപ്പിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അവസ്ഥ. അങ്ങനെ പ്രചരണം നടത്തി ജനങ്ങളെ 2 ഗ്രൂപ്പാക്കി A, B ആക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് പിടിച്ചെടുത്താൻ പറ്റും? നിങ്ങൾക്കറിയാലോ, ഒരു തുള്ളിയാണ് പല തുള്ളി പെരുവെള്ളം. ഇത് പല പ്രാവശ്യത്തിന് ചേരുമ്പോൾ പറഞ്ഞു ജനങ്ങളുടെ ഉള്ളിലേക്കാണ് കയറിക്കഴിഞ്ഞ് പിന്നെ ആരും വിചാരം നടക്കില്ല, നാട് നശിക്കില്ലേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപകടമാണ് കാണിക്കുന്നത്. ബാബരി മസ്ജിദ് ഇഷ്യൂ അത് തീർന്ന് പിന്നെ അതിൻ്റെ പേരിൽ ഇനിയൊരു പള്ളി, നിങ്ങൾ പള്ളി പണിതോ, പള്ളിയോ അമ്പലോ ചർച്ച പണിയോ ആർക്ക് പണിയോ ഒരു കുഴപ്പമില്ല, ചില നിയമങ്ങൾക്ക് വിധേയമായിട്ട് പണിയാവും, തെറ്റില്ല. അത് ഇതുപോലൊരു പേര് ബാബരി മസ്ജിദ് എന്ന് അത് ഇഷ്യൂ അയക്കുന്ന നമുക്ക് പറഞ്ഞ പേരാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിമിൻ്റെ കാര്യം പോലെ പറഞ്ഞു, അതിൻ്റെ പേരിൽ 10 വോട്ട് കിട്ടും, 10 ആളും കിട്ടും, 10 പൈസ ഉണ്ടാക്കാം. പക്ഷേ അതിന് സൈഡ് എഫക്റ്റിൽ പാർശ്വഫലം കൽക്കട്ടയിൽ സംഭവിക്കാൻ നോക്കിയോ? ഏതാനും മാസങ്ങൾക്കുള്ളിൽ കൽക്കട്ടയിൽ സംഭവിക്കാൻ പോകുന്നത്. അന്ന് ഈ കാക്കായി ഒന്നും സഹായത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അവരൊക്കെ ഊരിലെ പൊടി തട്ടിപ്പോവും. എന്താണ് പെട്ടെന്നത്? മമതാ ബാനർജി എതിർത്ത്. മമതാ ബാനർജി എൻ്റെ അവകത്ത് മനസ്സിലായി. ഇപ്പോൾ ചില കാക്കന്മാർക്ക് അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. അതിന് ഒരു സന്തോഷിക്കല വീട്ടി കോതമ്പാൻ്റെ കാക്കന്മാർ അവരെന്താ അറിയുന്നു? ആടെന്താ അങ്ങാടി അറിയുന്നു വിഭവം എന്ന് പറയുമ്പോൾ അവരെന്തറിയുന്നു? അതിൻ്റെ സൈഡ് ഫലം, പാർശ്വഫലം എന്താണ്? അതുപോലെ തുടങ്ങിയതാണ്, ചെറുതായിട്ട് തുടങ്ങിയതാണ് ബാബരി മസ്ജിദ് ഇഷ്യൂ. എവിടെ എത്തി? ഇന്ത്യയെ എത്ര കണ്ട് അധംപതിപ്പിച്ച് എത്ര എണ്ണം നശിപ്പിച്ചു. ചോദിക്കഴിഞ്ഞാൽ ആരും ഉണ്ടായോ? ചോദിച്ചോ? നീതി കിട്ടിയോ? അത് കഴിഞ്ഞ അധ്യായമാണ്. ഇനി അതിനെക്കുറിച്ച് എടുത്തിട്ട് അതിൻ്റെ പുറകിൽ കളിക്കുന്ന ശക്തി ആരെന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല. 100 മുസ്ലിങ്ങളുണ്ടെങ്കിൽ 150 ഗ്രൂപ്പും 150 പാർട്ടിയല്ലേ. ഞാനും അതിന് ഉത്തരവാദിയാണ്. ചെറിയ പാർട്ടിയൊക്കെ ഞാനും ഉണ്ടാക്കാല്ലേ, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ആശയം പ്രചരിപ്പിക്കണ്ടേ? ഇതെങ്കിൽ നമ്മൾ നശീകരണ ഭാഷയല്ല, അശുവാദ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ സംഘപരിവാർ എന്നുള്ള വിഷയം ഇന്ന് യാഥാർത്ഥ്യമായി. ഇനി നമ്മൾ എന്താ വേണ്ടത്? മുസ്ലിങ്ങൾ 20% വരുന്ന മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് ആ സംഘപരിവാറായിട്ട് ഒരു മിനിമം ധാരണ, അല്ലെങ്കിൽ എന്താ പറയുക, മിനിമം പരിപാടി ധാരണ എത്തി മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയണം. പക്ഷെ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു, തത്വജ്ഞാനികൾ പറയുന്നു സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അവരെ കുറ്റപ്പെടുത്തുള്ളൂ.
അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, മുസ്ലിം സമുദായം ചെയ്യേണ്ടത് കുറച്ചുകൂടിയൊക്കെ പ്രാക്ടിക്കലായിട്ട് ദീർഘമായി ചിന്തിച്ചും ആഴത്തിൽ ചിന്തിച്ചും വേണം മുന്നോട്ട് പോകാൻ. ഈ പാവപ്പെട്ട് മുസ്ലിം സമുദായത്തെ കൊലക്ക് കൊടുക്കല്ലേ, ഇത് കൊലക്ക് കൊടുക്കുക തുല്യമാണത്. അന്ന് MP അത് തുടങ്ങി. MP പണ്ടിങ്ങടെ ഗുണ്ടയൊക്കെ ആയിരുന്നു, വേറെ എന്തോ കേസൊക്കെ ഉള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളോ ഈ പാർട്ടികൾ മുസ്ലിം നേതാക്കൾ എടുക്കുള്ളൂ, അല്ലാതെ മാന്യന്മാരെടുക്കില്ലല്ലോ. അങ്ങനെ വളർത്തിയപ്പോൾ അവത്താന്നുണ്ട്. ഇപ്പോൾ മമത പോലും പുറത്താക്കി. അവിടെയാണ് സംഗതി. ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ അവഗണന. വയനാട് ജില്ലയിൽ എന്താണ് ഒരു മുസ്ലിം പ്രാതിനിധ്യം കൊടുത്ത് ജില്ലാ പ്രസിഡന്റ് ആക്കാൻ പറ്റില്ല? അവിടെ ആക്കാൻ പറ്റില്ല. എത്രയോ 14 ജില്ലയിൽ എത്ര മുസ്ലിം പ്രസിഡന്റുമാരുണ്ടല്ലോ. ഇപ്പം സ്ഥാനാർത്ഥികൾ എത്ര കൊടുത്തു അറിയാമല്ലോ. അതല്ല ഞങ്ങൾ പറയുന്നത്. ഈ 20% വരുന്ന മുസ്ലിം സമുദായമുള്ള ഇന്ത്യയിൽ 100% വോട്ടും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് കൊടുത്തിട്ട് അവർക്ക് എവിടെ പരിഗണന? അവർക്ക് എവിടെ നിങ്ങൾ ആ ചാൻസ് കൊടുക്കുന്നു? മൊത്തം ലിസ്റ്റ് എടുത്ത് നോക്കി. മൊത്തം ലിസ്റ്റ് ഞങ്ങൾ നോക്കി. മൊത്തം ലിസ്റ്റ് നോക്കിയപ്പോൾ 40% വരുന്ന പകുതി പോലും ഇല്ല സ്ഥാനാർത്ഥികൾ. പകുതി പോലും സ്ഥാനാർത്ഥി മുഴുവൻ കൊടുത്തു, മറ്റവർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ അസംബ്ലി വരുമ്പോൾ എല്ലാം ഇത് തന്നെയാണ്. ഇത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞതേ. ഇനി അങ്ങനെ ഉമ്മാക്കി കാണിച്ച് നടക്കില്ല. ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സ്ഥാനമാനങ്ങൾ പങ്കിട്ടാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസ്സൊക്കെ തകർന്നെരിപ്പെടാൻ പോകും. ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വയനാട് ചെന്ന് പറഞ്ഞാൽ UDF അങ്ങോട്ട് വളർന്ന് ആകാശം മുട്ടയായിരുന്നു. ഇനി UDFൻ്റെ ഇതാണ്. ഇതിപ്പോൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കില്ലോ. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന കണ്ട് ചെറുതൊക്കെ കടാണ്. മുഴുവൻ 7 പേരും NDA വോട്ടിടും. LDF അല്ല, UDF അല്ല, NDA വോട്ടിടുന്നു. നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ എന്നിട്ട് LDF ജയിച്ചു വരുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്താണ് LDF ജയിച്ചത്, പിന്നെ തന്തയില്ലാമത്തരം പറയരുത്. നിങ്ങൾ NDA വോട്ട് ചെയ്തോ, വോട്ട് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ LDF ജയിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ UDF ജയിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾ വോട്ട് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചതെന്ന് പറയരുത്. അത് വൃത്തിയിട്ട് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ മറ്റേ പല രീതിയിലും പ്രതികരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ആർക്ക് വോട്ട് ചെയ്യാനും ആർക്കുമായിട്ട് ആഹ്വാനം ചെയ്യാനൊക്കെ അവകാശമുണ്ട്. അത് തെറ്റുമില്ല. ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയല്ലേ, ആർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ LDF അല്ലെങ്കിൽ UDF ജയിച്ച് അധികാലത്ത് അത് ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് പണ്ട് ഉമ്മൻചാണ്ടി പിടിച്ച്, വെള്ളപ്പള്ളി പിന്നെ പിണറായി പിടിച്ച്, അങ്ങനെ അവസരോചിതമായി കളിക്കുന്ന. അതിലിപ്പോൾ വെള്ളപ്പള്ളിയുടെ ഭാഷ കേട്ട് ലീഗരെ നിങ്ങൾ മനസ്സിലാക്കിയോ? വെള്ളപ്പള്ളിയുടെ ഈഴവൻ്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം മുസ്ലിം ലീഗ് പണം മുടിക്കുകയാണ് ഉണ്ടാക്കിയത്. ഗോകുലൊക്കെ മുസ്ലിം ലീഗിൻ്റെ പണം കിട്ടിയിട്ടുണ്ടേ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള അവർക്കൊക്കെ മുസ്ലിം ലീഗ് പണം കിട്ടുന്നുണ്ട്. അല്ലാതെ കോടീശ്വരം വരാം പറയുന്നാലോ. അപ്പോൾ അയാൾക്ക് ഇനി മരിക്കുന്നവരും സെക്രട്ടേറിയറ്റ് ഇരിക്കണം. അതിൻ്റെ ഒരു തന്ത്രമാണ്. അത് ആരോ ഉപദേശിച്ചു കൊടുത്താണ് അങ്ങനെ ഗ്രൂപ്പ് ലിസ്റ്റാക്കി പിടിച്ചു നിൽക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ എല്ലാം കാണിക്കുന്നത്. ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അത് കാണാതെ ന്യൂനപക്ഷ വർഗീയത ശ്രമിച്ചാൽ മരം അറിയാതെ കൊടിയിട്ടാൽ മരം ഉണങ്ങും. മരം ഉണങ്ങുമ്പോൾ കൊടിയും പോവില്ലേ? അപ്പോൾ നിങ്ങളെ വർഗീയ പ്രസ്ഥാനം തകർന്നൊപ്പം തന്നെ ആ സമുദായം പോകും. അവിടെ ഒരു വിഷയം. വർഗീയ സംഘം, ന്യൂനപക്ഷ വർഗീയ സംഘം നശിക്കിടാൻ വിഷയമല്ല. പക്ഷേ സമുദായം ക്ഷീണം പറ്റും. അത് ഒഴിവാക്കണമെങ്കിൽ കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.